തിരുവനന്തപുരം നഗരത്തിൽ ജോലി ചെയ്യുന്ന യുവാവായിരുന്നു കാർത്തിക. അവനൊരു പത്രപ്രവർത്തകനായിരുന്നു. കഥകളും മനുഷ്യരുടെ ജീവിതവും എഴുതുന്നത് അവന്റെ ജോലിയായിരുന്നു. ഒരു ദിവസം അവൻ പഴയ പുസ്തകങ്ങൾ വിൽക്കുന്ന ഒരു ചെറിയ കടയിൽ പോയി. പഴയ പുസ്തകങ്ങൾ കാണുന്നത് അവന് വലിയ ഇഷ്ടമായിരുന്നു. അവിടെ ഒരു പഴയ ഡയറി അവന്റെ ശ്രദ്ധ പിടിച്ചു. പഴകിയ തവിട്ട് നിറമുള്ള കവർ, അല്പം മങ്ങിയ എഴുത്തുകൾ. പക്ഷെ അതിലെന്തോ ഒരു രഹസ്യമുണ്ടെന്ന് അവന് തോന്നി. കാർത്തിക ആ ഡയറി വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുപോയി. രാത്രിയിൽ അവനത് തുറന്നു. ആദ്യ പേജിൽ എഴുതിയിരുന്നത്, "ഈ ഡയറി എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രണയത്തിന്റെ ഓർമ്മയാണ്." ഡയറി എഴുതിയത് മായ എന്നൊരു പെൺകുട്ടിയായിരുന്നു. അവൾ തന്റെ കോളേജ് കാലത്തെ പ്രണയത്തെക്കുറിച്ച് എഴുതിയിരുന്നു. ആ പ്രണയിയുടെ പേര് അജയ്. അവരൊരുമിച്ച് പഠിച്ചു, ഒരുമിച്ച് സ്വപ്നങ്ങൾ കണ്ടു. പക്ഷെ ജീവിതം ഒരു ദിവസം അവരെ വേർതിരിച്ചു. അജയ് വിദേശത്തേക്ക് പോയി. മായ അവനെ കാത്തിരുന്നു. ഡയറിയിലെ ഓരോ പേജും വായിക്കുമ്പോൾ കാർത്തികയുടെ മനസ്സിൽ ഒരു വിചിത്രമായ വികാരമുണ്ടായി. അതൊരു സാധാരണ കഥയല്ല, അത് യഥാർത്ഥ പ്രണയത്തിന്റെ കഥയായിരുന്നു. ഡയറിയുടെ അവസാന പേജിൽ എഴുതിയിരുന്നത്, "ഒരു ദിവസം അജയ് തിരികെ വരും. ഞാൻ ഇവിടെ തന്നെ കാത്തിരിക്കും." കാർത്തികയ്ക്ക് അതിനുശേഷം ആ പെൺകുട്ടിയെ കണ്ടെത്തണമെന്ന് തോന്നി. അവൻ പല ആളുകളോടും ചോദിച്ചു. അവസാനം ഒരു പഴയ വിലാസം കണ്ടെത്തി. ഒരു ദിവസം അവൻ ആ വീട്ടിലേക്ക് പോയി. വീടിന്റെ വാതിൽ തുറന്നത് ഒരു സ്ത്രീയായിരുന്നു. അവൾ ചോദിച്ചു, "ആരെയാണ് അന്വേഷിക്കുന്നത്?" കാർത്തിക ചോദിച്ചു, "ഇവിടെ മായ എന്ന പേരുള്ള ഒരാളുണ്ടോ?" അവൾ അല്പം നിശബ്ദമായി. പിന്നീട് പതുക്കെ പറഞ്ഞു, "ഞാനാണ് മായ." കാർത്തിക അത്ഭുതപ്പെട്ടു. അവൻ ഡയറി അവൾക്ക് കൊടുത്തു. മായ അത് കണ്ടപ്പോൾ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. അവൾ പതുക്കെ പറഞ്ഞു, "ഈ ഡയറി ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെടുത്തി." കാർത്തിക ചോദിച്ചു, "അജയ് തിരികെ വന്നോ?" മായ ചിരിച്ചു. "അതെ, അവൻ തിരികെ വന്നു." അവൾ വീടിനുള്ളിലേക്ക് നോക്കി വിളിച്ചു, "അജയ്." ഒരു പുരുഷൻ പുറത്തേക്ക് നടന്നു. കാർത്തിക ചിരിച്ചു. അവൻ മനസ്സിലാക്കി, ചില പ്രണയങ്ങൾ ഡയറിയിൽ എഴുതപ്പെടും, പക്ഷെ അവയുടെ അവസാനം ജീവിതം തന്നെയാണ് ఎഴുതുന്നത്. హార్ట్. వర్షం పడుతున్న ఆ సాయంత్రం పాత బస్టాప్ దగ్గర అర్జున్ ఒంటరిగా నిలబడ్డాడు. చుట్టూ జనాలు ఉన్నా అతని లోపల మాత్రం ఒక పెద్ద నిశ్శబ్దం. ఆ నిశ్శబ్దానికి కారణం మౌనిక. మౌనిక అతని జీవితంలోకి వచ్చిన రోజు ఎలాంటి ప్రత్యేకత లేదు. కాని ఆమె నవ్విన ప్రతిసారీ అర్జున్ ప్రపంచం మారిపోయేది. కాలేజ్ లైబ్రరీలో పుస్తకాల మధ్య ఆమెని మొదటిసారి చూశాడు. తల వంచుకుని చదువుకుంటూ, మధ్య మధ్యలో కిటికీ బయటికి చూస్తూ. "ఇంత నిశ్శబ్దంగా ఎలా ఉంటావు?" అర్జున్ అడిగిన ప్రశ్నకు ఆమె చిరునవ్వుతో చెప్పింది, "నిశ్శబ్దంలోనే నిజమైన భావాలుంటాయి." ఆ మాటలు అతని మనసులో లోతుగా నాటుకుపోయాయి. రోజులు గడిచాయి. వాళ్ళిద్దరి మధ్య మాటల కంటే భావాలే ఎక్కువయ్యాయి. ఒక వర్షపు రోజు కాలేజీ నుంచి ఇంటికి వస్తూ ఒకే గొడుగు కింద వాళ్లు నడిచారు. ఆ క్షణంలో అర్జున్ గుండె జోరుగా కొట్టుకుంది. "నిన్ను ఇష్టపడుతున్నాను" అని చెప్పాలని అనుకున్నాడు, కాని చెప్పలేదు. ఎందుకంటే అతనికి భయం, ఆమెని కూల్పోతానేమో అని. కాని కాలం ఆలస్యం చెయ్యలేదు. మౌనికకి ఇంకో నగరంలో ఉద్యోగం వచ్చింది. "ఇది నా కల" అని చెప్పిందామె. అర్జున్ నవ్వాడు. లోపల మాత్రం ఏదో విరిగిపోయింది. వీడ్కోలు రోజు స్టేషన్లో, "నేను తిరిగి వస్తాను" అని మౌనిక చెప్పింది. అర్జున్ తల ఊపాడు. "నేనిక్కడే ఉంటాను" అని మనసులోనే అనుకున్నాడు. వర్షాలు మారాయి. సంవత్సరాలు గడిచాయి. మెసేజులు, ఫోన్ కాల్సు మెల్లగా తగ్గిపోయాయి. కాని ప్రతి వర్షపు రోజున అర్జున్ అదే బస్టాప్ దగ్గర నిలబడ్డాడు. ఒకరోజు అదే వర్షం, అదే సాయంత్రం, "ఇంకా నన్ను గుర్తున్నానా?" వెనకనించి ఒక స్వరం. అర్జున్ తిరిగాడు. మౌనిక. మారిన రూపం, కాని అదే కళ్ళు. "నువ్వు మారలేదు" అర్జున్ అన్నాడు. "మారింది జీవితం" మౌనిక అంది. వాళ్లు మాట్లాడలేదు. వర్షమే వాళ్ల తరఫున అన్నీ మాట్లాడింది. కొన్ని ప్రేమలు కలసి జీవించవు, కాని జీవితాంతం మనతోనే ఉంటాయి. കഥ. അവൾ വിട്ടുപോയ വെളിച്ചം. അവൾ വന്നത് എന്റെ ജീവിതത്തിലേക്ക് ഒരു വെളിച്ചം പോലെയായിരുന്നു, ശബ്ദമില്ലാതെ. പക്ഷേ പോയത് ഒരു മുഴുവൻ ഇരുട്ട് വിട്ടുപോയ പോലെ.
ഞാൻ താമസിച്ചിരുന്ന വീട്ടിനു മുന്നിൽ ഒരു തെരുവുവിളക്കുണ്ടായിരുന്നു. അത് ഇപ്പോഴും അവളുടെ മുഖം പോലെ മൃദുവായി തെളിഞ്ഞിരിക്കും. ഞങ്ങൾ പരിചയപ്പെട്ടത് അവിടെ തന്നെ, ഒരു രാത്രി, കരണ്ട് പോയപ്പോൾ. അവൾ പുറത്തേക്കിറങ്ങി ആകാശം നോക്കി നിന്നു. നക്ഷത്രങ്ങൾ അവളുടെ കണ്ണുകളിൽ വീണതുപോലെ തോന്നി. ഇരുട്ട് നിനക്ക് പേടിയുണ്ടോ? ഞാൻ ചോദിച്ചു. അവൾ ചിരിച്ചു. ഇരുട്ടല്ല, ഒറ്റപ്പെടലാണ് പേടി. ആ വാക്ക് എന്റെ നെഞ്ചിൽ ഒരു വിളക്കായി തെളിഞ്ഞു. അന്നുമുതൽ കരണ്ടു പോകുന്ന രാത്രികൾ നമ്മളെ ഒന്നിപ്പിച്ചു. തെരുവ് വിളക്കിനു കീഴിൽ നിശബ്ദമായ സംസാരങ്ങൾ, ചിലപ്പോൾ വാക്കുകളില്ലാത്ത കൂട്ടായ്മ. അവൾ പറഞ്ഞു, വെളിച്ചമുണ്ടായാൽ ഇരുട്ട് ഭയപ്പെടുത്തില്ല. ഞാൻ ചോദിച്ചു, അപ്പോൾ വെളിച്ചം പോയാൽ? അവൾ കുറച്ചുനേരം മൗനം പാലിച്ചു. പിന്നെ പറഞ്ഞു, ഓർമ്മ മതി. ദിവസങ്ങൾ കടന്നു. അവൾ എന്റെ ജീവിതത്തിലെ സ്ഥിരമായൊരു വെളിച്ചമായി. ഞാൻ ക്ഷീണിച്ച ദിവസങ്ങളിൽ അവൾ ഉണ്ടായിരുന്നു, സംസാരിക്കാതെ, പക്ഷേ മനസ്സിലാക്കി. ഒരു ദിവസം അവൾ പറഞ്ഞു, എനിക്ക് ഈ നഗരം വിടണം. ഞാൻ ഒന്നും പറഞ്ഞില്ല. ചില തീരുമാനങ്ങൾ മനസ്സിൽ നിന്ന് വന്നതാണെന്ന് എനിക്കറിയാമായിരുന്നു. അവളുടെ അവസാന രാത്രി കരണ്ടുപോയില്ല. എല്ലാ വിളക്കുകളും തെളിഞ്ഞിരുന്നു. അവൾ എന്നെ നോക്കി പറഞ്ഞു, ഇന്ന് എനിക്ക് പേടിയുണ്ട്. ഞാൻ ചോദിച്ചു, എന്തിന്? ഇത്ര വെളിച്ചത്തിനിടയിൽ നിന്നെ വിട്ടുപോകാൻ. എനിക്ക് പറയാൻ വാക്കുകളില്ലായിരുന്നു. അവൾ പോയി. അടുത്ത ദിവസം മുതൽ ആ തെരുവുവിളക്ക് പലപ്പോഴും തെളിയാതായി. പക്ഷേ എനിക്കറിയാം, അവൾ പോയിട്ടും ഒരു വെളിച്ചം എന്നിൽ ഇനിയും തെളിയുന്നുണ്ട്. ഇന്നും ഇരുട്ടുള്ള രാത്രികളിൽ ഞാൻ പുറത്തേക്കിറങ്ങും, ആകാശം നോക്കും. ഒരിക്കൽ എന്നെ ഇരുട്ടിൽ ഒറ്റപ്പെടുത്താതിരുന്ന ഒരു വെളിച്ചത്തെ ഓർത്ത്. ചില പ്രണയങ്ങൾ ജീവിതത്തിൽ ദീർഘകാലം നിൽക്കില്ല, പക്ഷേ അവ നമ്മളെ ഇരുട്ടിൽ നടത്താൻ പഠിപ്പിക്കും. അവൾ വിട്ടുപോയത് ഇരുട്ടല്ല, എന്നെ നടത്തുന്ന ഒരു വെളിച്ചമാണ്.